ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്, ഒരു രസം. എല്ലാവർക്കും അറിയാവുന്നൊരു ഐറ്റമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ അതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള രസം ഒന്ന് തയ്യാറാക്കാം. റെഡിയാക്കാം. അതിന് ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇപ്പോൾ കടുക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്കൊരു ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്, 3-4 ചെറുള്ളി, ഇതെല്ലാം കൂടെ നമ്മൾ ചതച്ചതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഒരുവിധം മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തായി. പഴുത്തൊരു തക്കാളിയാണ്. ഈ തക്കാളി ഒന്ന് ചെറുതായിട്ട് വെന്തുടയുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കൂടെ ഇച്ചിരി എരിവ് കൂടി നിൽക്കട്ടെ. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഞാനിതിനകത്തിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഇപ്പം കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവ് അതിനകത്ത് വരുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് പുളി, വെള്ളം കൊണ്ട് ഒഴിക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കൂട്ടിയെടുക്കാം. ലേശം ഉപ്പുപൊടിയുടെ സമയത്ത് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും. ഇത് നല്ലപോലെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കും. നമുക്ക് തീയൊന്ന് കൂട്ടാം. അപ്പോൾ തീ കൂട്ടി ഇതിന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഈ സമയത്ത് ഉപ്പ്, എരിവ് എല്ലാം നോക്കണം. അതിന് എരിവൊക്കെ ഉണ്ട്, ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഒത്തിരി അങ്ങ് തിളയ്ക്കണ്ട. ഇതൊന്ന് ഓഫ് ചെയ്തേക്കാം. അതുപോലെ ഈ സമയത്ത് നമുക്ക് മല്ലിയില ഇഷ്ടമുള്ളവർക്ക്, മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതിനകത്ത് കുറച്ച് മല്ലിയില കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ മല്ലിയില ഇടുന്നില്ല. കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ്. ഇതങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്ലാസ്സിലോട്ട് സാറ് കുടിക്കാം. നല്ല ചൂടാണ്. നല്ല ചൂടാണ്. അടിപൊളി രസമാണ്. അതിൻ്റെ എരിവൊക്കെ അടിപൊളിയായിട്ടുണ്ട്, കുരുമുളകിൻ്റെ എരിവൊക്കെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. സിമ്പിൾ സാധനമാണ്, വലിയ സംഭവമായിട്ടൊന്നും ആരും എടുക്കരുത്. എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.